മാന്യ പഠിതാക്കളെ, സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. ഓൾമൈറ്റി ഗോഡ് ബ്ലസ് യു. നമ്മളുടെ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് ഇൻ മലയാളം എന്ന ചാനലിൻ്റെ ഇംഗ്ലീഷ് എഴുത്തും വായനയും എന്ന പ്രോഗ്രാമിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററസി പ്രോഗ്രാം എന്നുള്ള നിലക്ക് സാധാരണക്കാരായ എല്ലാവരിലേക്കും ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ്. സാധാരണ ഇംഗ്ലീഷിന് BEdനും TTCക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ഭാഗം പഠിപ്പിക്കാറുണ്ട്. അതിൽ 1-ാമത്തെ കാര്യമാണ് ഞാൻ എൻ്റെ 1-ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ് ദ വിൻഡോസ് ഓഫ് ദ വേൾഡ് എന്നുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ കൊട്ടേഷൻ. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇംഗ്ലീഷ് വിവര സാങ്കേതിക വിദ്യയുടെ ഭാഷയാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിനിമയ സാങ്കേതിക വിദ്യയുടെ ഭാഷ. ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ലൈബ്രറി ആൻഡ് റീഡിംഗ്, വായനശാലയുടെയും അതേപോലെ ലൈബ്രറിയുടെയും ഭാഷയാണ്. ഇന്ന് ജനങ്ങൾ വാട്സപ്പ്, യൂട്യൂബ്, അതേപോലെ ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, അതേപോലെ ഒരുപാട് വിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെയെല്ലാം നമുക്ക് ആഴത്തിൽ കടന്നു പോകണമെങ്കിൽ ഇംഗ്ലീഷ് ആവശ്യം. അതേപോലെ ലോകത്തുള്ള എല്ലാ വിജ്ഞാന ശാഖകളുടെയും അടിസ്ഥാനം നിലകൊള്ളുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്കും പഠിക്കുന്ന കുട്ടികൾക്കുമെല്ലാം ഇംഗ്ലീഷിലുള്ള ഡീപ്പ് നോളജ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ആഴത്തിലുള്ള അറിവ് വളരെ അത്യാവശ്യം. അതിനാൽ ഇംഗ്ലീഷിനെ ജനകീയ ഭാഷയാക്കി ഉപയോഗിക്കുവാനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തുകയാണ്. സാധാരണക്കാർ ചിലപ്പോൾ പറയും ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് അതിനൊരു തലയും വാലും ഇല്ല എന്ന്. കാരണം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ഉച്ചാരണങ്ങൾ മാറി വരുന്ന, അതേപോലെ അക്ഷരങ്ങൾ ഉച്ചാരണം മാറി വരുന്നത് കൊണ്ടെല്ലാമാണ് ഇത് പറയുന്നത്. അതേപോലെ വിദ്യാഭ്യാസമുള്ളവർ ചില വഞ്ചനയിൽ ഉൾപ്പെടാറുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ മുഴുവനും കൂന് പോലെ മുളച്ചു പൊന്തുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. 15 ദിവസം കൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം, 1 മാസം കൊണ്ട് പഠിക്കാം എന്നൊക്കെയുള്ള ബോർഡും പരസ്യവും കണ്ട് 10,000-വും 15,000-വും കൊടുത്ത് അതിൽ ചേരുകയും അവസാനം ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്യും. ഇങ്ങനെ 15 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കുവാൻ സാധിക്കുകയില്ല. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിരന്തരമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 2000, 3000 അല്ലെങ്കിൽ 4000 വാക്കുകൾ അതിൻ്റെ അർത്ഥസഹിതം അതിൻ്റെ സ്പെല്ലിങ്ങോട് കൂടി പഠിക്കുന്ന സമയത്ത് മാത്രമേ അത് തെറ്റില്ലാതെ എഴുതാനും തെറ്റില്ലാതെ വായിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ വേണ്ട, ഇംഗ്ലീഷ് വ്യാകരണം വേണ്ട എന്നുള്ള ഒരു വാദമെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വാക്കുകളും ആ വാക്കുകൾ ഒരു സെൻറ്റൻസിൽ ആപ്റ്റ് പ്ലേസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് ടുമോറോ ഐ വെൻറ്റ് ടു കാലിക്കറ്റ്. ടുമോറോ ഐ വെൻറ്റ് ടു കാലിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നവർക്ക് എന്താ തലക്ക് വലിയ സുഖമില്ല എന്നത്. അല്ലെങ്കിൽ
യെസ്റ്റർഡേ ഐ വിൽ ഗോ ടു കാലിക്കറ്റ്. ഇന്നലെ ഞാൻ കോഴിക്കോട്ടേക്ക് പോവും എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതേപോലെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് അത് ചെയ്യുന്ന പ്രധാനപ്പെട്ട കർത്താവിന് ആ സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ആ സെൻറ്റൻസ് ശരിയാവുകയില്ല. അതുകൊണ്ട് കൃത്യമായ വാക്കുകളും കൃത്യമായ സ്പെല്ലിങ്ങുകളും അതേപോലെ കൃത്യമായിട്ടുള്ള വ്യാകരണ നിയമങ്ങളോടും കൂടി തന്നെ ആപ്റ്റ് സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ വി ക്യാൻ യൂസ് ഇംഗ്ലീഷ്, വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് വൈ വി സ്റ്റാർട്ട് ദ ബേസിക് ഫോംസ് ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ 1ഉം 2ഉം കഴിഞ്ഞ 1ഉം 2ഉം എപ്പിസോഡും ഇപ്പോഴത്തെ 3ാമത്തെ എപ്പിസോഡും തുടർച്ചയായിട്ടിടുന്ന എപ്പിസോഡുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുവാനും കഴിയുമെന്നാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളത് കൃത്യമായി പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പരിപാടി കാണുകയും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എപ്പിസോഡുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തുകയും നിങ്ങൾക്കും വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കും പഠിതാക്കൾക്കും എല്ലാം അത് പ്രയോജനപ്പെടും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ചെറിയക്ഷരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. വലിയക്ഷരങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്ലാസ് ഐ ഹാവ് ഇൻഡിക്കേറ്റഡ് ദ 10 സിറ്റുവേഷൻസ് വി ഹാവ് ടു യൂസ് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ട 10 സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് പരീക്ഷയ്ക്ക്. എന്താണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു ഖണ്ഡിക തരും, അത് തന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറയും. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 10ഓളം സ്ഥലങ്ങളിലുള്ള സ്ഥലപ്പേരുകൾ അതേപോലെ തന്നെ പിന്നെ ആളുകളുടെ പേരുകളുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലായതുകൊണ്ട് ആ 10 കാര്യങ്ങൾ പ്രത്യേകം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ +2നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളും അതേപോലെ PSCക്കൊക്കെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുന്നവരൊക്കെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിന് കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനത്തെ ഭാഗം ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ലെറ്റേഴ്സ്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് നമ്മൾ എഴുതുന്ന സമയത്ത് വായിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട പദങ്ങളാണ് ഇംഗ്ലീഷിലെ ചെറിയ അക്ഷരങ്ങൾ, സ്മോൾ ലെറ്റേഴ്സ്. ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു ഗീവ് മോർ സിഗ്നിഫിക്കൻസ്, മോർ ഇമ്പോർട്ടൻസ് to study to learn small letters. ഇംഗ്ലീഷ് സ്മോൾ ലെറ്റേഴ്സ് പഠിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എഴുതാനും വായിക്കാനും പഠിക്കാനും. ഇംഗ്ലീഷ് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുഴുവനും ഇത് കേവലം ഒരു കാഴ്ചക്കാരായി നിൽക്കുകയില്ല. ഈ 4 വര കോപ്പിയിലും അല്ലെങ്കിൽ നോട്ട് പുസ്തകങ്ങളിലുമൊക്കെ ഇത് എഴുതിയെടുക്കണം. പെഡഗോഗിക് സയൻസ് അതേപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ ഈസ് ദ സൈക്കോ മോട്ടോർ ഫങ്ഷൻ. അത് മനസ്സിലും വരണം, മോട്ടോർ മനുഷ്യൻ്റെ ശരീരം കൊണ്ടും അത് പ്രവർത്തിക്കും. മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത്, ആലോചിക്കുന്ന സമയത്ത് കൈകൾ കൊണ്ട് എഴുതണം. ആ കൈകൾ കൊണ്ട് എഴുതി ആ സൈക്കോയും മനുഷ്യൻ്റെ മൈൻഡും ബോഡിയും പ്രവർത്തിക്കുന്ന സമയത്ത്, ദ യൂണിയൻ ഓഫ് ദ മൈൻഡ് ആൻഡ് ബോഡി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഓരോന്നും ഹൃദയത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ എന്നുള്ള അടിസ്ഥാന സത്യം നമ്മൾ പഠിക്കണം. വെറുതെ അങ്ങനെ വീഡിയോ കാണുക അതല്ല. ഒരു നോട്ട് പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ചിട്ട് കണ്ട് പഠിക്കുക തന്നെ വേണം. അതിന് സമയവും അധ്വാനവും ചെലവഴിക്കണമെന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ചെറിയ അക്ഷരം സ്മോൾ ലെറ്റേഴ്സ്. വി ആർ ഗോയിങ് ടു റൈറ്റ് ദ സ്മോൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റ്
A. The most important, the first letter in English alphabet. A. Next, B. ഈ ബിയുടെ കാല് ഇംഗ്ലീഷിൻ്റെ മേലെ കള്ളിയിലേക്ക് ഉയരും. When we write the small letters in English, it should be contained in the center lines of the 4-line group. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. ഏത് അക്ഷരത്തിൻ്റെ കാലാണ് മേലോട്ട് ഉയരുന്നത്, ഏത് അക്ഷരത്തിൻ്റെ കാലാണ് താഴോട്ട് വരുന്നത് എന്നെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സി. വിത്തിൻ സെൻറ്റർ ലൈൻ, നടുവിലെ കള്ളിയിലേ പോകാൻ പറ്റുള്ളൂ, അടിയിലേക്ക് വരരുത്, മേലോട്ട്. നെക്സ്റ്റ്, ഡി. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കുട്ടികളെ 3ലും 4ലെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് വെൻ ദേ സ്റ്റാർട്ട് ടു ലേൺ ഇംഗ്ലീഷ്, അവർ ബിയും ഡിയും തമ്മിൽ തെറ്റിക്കും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ. എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ബിയുടേത് മുന്നോട്ടാണ് വേണ്ടത്. ആദ്യ അക്ഷരമായ ബിയുടേത് മുന്നോട്ടും ഡിയുടേത് പിന്നോട്ടുമാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കാൻ. അല്ല, ദർ വിൽ ബി ദ കൺഫ്യൂഷൻ ബിറ്റ്വീൻ ടു ദീസ് ലെറ്റേഴ്സ്. പ്രത്യേകമായി എ, ബി, സി, ഡി. നെക്സ്റ്റ്, വിത്തിൻ ദ സെൻറ്റർ ലൈൻ ഇ. ഇ സെൻട്രൽ ലൈൻ. ഇനി നെക്സ്റ്റ്, എഫ്, സ്മോൾ ലെറ്റർ എഫ്. എഫിൻ്റെ മേൽഭാഗം അത് മേലെ കള്ളിയിലേക്ക് എത്തണം, പ്രത്യേക ശ്രദ്ധ. ഇ, എഫ്. നെക്സ്റ്റ്, ജി. ഇതിൻ്റെ സ്ട്രോക്ക്, we have to listen the stroke of each letter. ചോക്ക് ഏത് സ്ട്രോക്കിലേക്കാണ് പോകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചെഴുതി പഠിക്കണം. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റ്. ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് ഇംഗ്ലീഷ് എഴുത്തും വായനയുമാണ് നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ്, എച്ച്. This should be gone to the upward, മുകളിലേക്ക് പോകും. നെക്സ്റ്റ്, ഐ. ഐ only within the center line. Next, H, I, J. The lower part should reach the lower line, a dot. Next, how to write K? How do we write K? First line. The next part should be within the center line, not here. ഇവിടെയല്ല, നടുവിലെ കള്ളിയിൽ ഉൾക്കൊള്ളിക്കും. Small letter L. Listen here. L. Upper line and middle line. Upper line and middle line. മേലത്തെ ലൈനും മിഡിൽ ലൈനിൻ്റെ ഉള്ളിലായിരിക്കും. നെക്സ്റ്റ്, സ്മോൾ ലെറ്റർ M. ഓക്കെ. A, B, C, D, E, F, G, H, I, J, K, L, M. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഇംഗ്ലീഷ് സ്മോൾ ലെറ്റർ, ചെറിയ അക്ഷരം. N. നടുവിലെ കള്ളിയിൽ വരും, മേലേക്കും പോകരുത്, താഴേക്കും പോകരുത്. N. O.
സ്മോൾ ലെറ്റർ ഒ, ചെറിയ അക്ഷരം ഒ ശ്രദ്ധിക്കുക. പി, സെൻറ്റർ ലൈൻ മധ്യം. നെക്സ്റ്റ് ക്യൂ, ലോവർ ലൈൻ. നെക്സ്റ്റ് ആർ, വിത്തിൻ സെൻറ്റർ ലൈൻ നടുവിലെ കള്ളി. എസ്, വിത്തിൻ സെൻറ്റർ ലൈൻ നടുവിലെ കള്ളി. ടി, മേലെ കള്ളിയിലേക്ക് പോകണം. നെക്സ്റ്റ് സ്മോൾ ലെറ്റർ യു. ഇംഗ്ലീഷ് എഴുതാൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന അക്ഷരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. The small letters in English. The small letters in English. ഇംഗ്ലീഷിലെ ചെറിയ അക്ഷരങ്ങൾ. These are the pillars of the language. നമ്മളൊരു വീടെടുക്കുന്ന സമയത്ത് ആ വീടിൻ്റെ തറക്ക് അതേപോലെ ചുമരുകൾക്ക് കല്ലുകൾ ഉപയോഗിക്കുന്നത് പോലെ, just like the stone, we use the letters, the spelling to build the language. For a house, we use the stones first of all, just like this. ഒരു കെട്ടിടം പണിയാൻ കല്ലുകൾ ഉപയോഗിക്കുന്നത് പോലെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരും അതെന്തുപയോഗിക്കണം? അതിൻ്റെ സ്പെല്ലിങ്ങുകൾ. അത് സ്പെല്ലിംഗ് അല്ലേ, അത് LKG കുട്ടികളുടെ പരിപാടിയല്ലേ. ഞങ്ങളപ്പം സ്പെല്ലിംഗ് ആണ് മാഷ് പഠിപ്പിക്കുന്നത്. സ്പെല്ലിംഗ് പഠിക്കാതെ അതിൻ്റെ ഉച്ചാരണങ്ങൾ അറിയാതെ ഒരിക്കലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കഴിയില്ല. ദിസ് ഈസ് ദ ബേസിക് ക്ലാസ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന ക്ലാസ്സുകളാണ്. നെക്സ്റ്റ് വി. W, W. Next X, X. Next Y, Y. The lower part to the lower line. Y, lower part to the lower line. താഴെ ഭാഗം താഴെ കള്ളിയിലേക്ക് വരണം. Z, then center line. നടുവിലെ കള്ളിയിൽ Z. അപ്പം A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. There are 26 letters in English. 26 small letters in English. ഇംഗ്ലീഷ് ആൽഫബറ്റ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങൾ. ഇത് ഏറ്റവും നന്നായി പഠിക്കും. ഇതിൻ്റെ സാധാരണ നമ്മൾ കുട്ടികൾ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് തന്നെ നമ്മളെല്ലാ സമയത്തും പാടും. A, B, C, D, E, F, G. A, B, C, D, E, F, G. H, I, J, K, L, M, N, O, P. L, M, N, O, P, Q, R, S, T. U, V, W, X, Y, Z. Sing well. While we are singing, it will stick it on our brain. പാടുന്ന സമയത്ത് എന്താണ് അത് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ പതിയും. ഏത് പ്രായക്കാരും ഇംഗ്ലീഷ്, ഡു യു ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്? ഹൗ ടു റൈറ്റ്, ഹൗ ടു സ്പീക്ക്? യു സിങ്. പാട്.
ദിസ് ഈസ് ദ LKG, ലോവർ കിൻഡർഗാർട്ടൻ. അക്കോർഡിംഗ് ടു അസ് ദിസ് ഈസ് ദ LKG ഓഫ് ഇംഗ്ലീഷ്. അവിടെ നാണമൊന്നും വേണ്ട. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് പ്രായക്കാരും ഈ പാട്ട് പാടി പഠിക്കും. Once more. ABCDEFG HIJK LMNOP LMNOPQRST UVWXYZ ചെയ്യണം. ഈ കാര്യങ്ങൾ എല്ലാവരും ശരിക്കും പഠിക്കണം. ഇംഗ്ലീഷ് എഴുത്തും വായനക്കും അവ ഏറ്റവും കൂടുതൽ നിർബന്ധം. ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് പഠിക്കുകയും ചെയ്യണം. താല്പര്യത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് തുടർച്ചയായിട്ട് പഠിക്കുകയും അതേപോലെ അത് എഴുതിയെടുക്കുകയും ചെയ്താൽ എല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത ക്ലാസ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ.